നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടിരിക്കുന്ന വണ്ടി ഏതാ അറിയോ? 2015 GX. അതായത് 1,92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൺ സർവീസ്. നമ്മളെ പെരിന്തൽമണ്ണയ്ക്ക് രജിസ്റ്റർ ആയ വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഒരു തരം റീപ്ലേസ്മെൻറ്റും ഇല്ല. നല്ല ക്ലിയർ വണ്ടി, നല്ല ടയർ, എല്ലാ ഭാഗവും നീറ്റാണ്. ഒന്നും നമുക്ക് പറയാനില്ല, ഒരു ദോഷം പറയാനില്ലാത്ത ഒരു വണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു CG's വേൾഡ്. നിങ്ങളുടെ ഈ ബോഡിയൊക്കെ നോക്കിയേ, ഇതുണ്ടല്ലോ ഒരു തരത്തിലുള്ള ഡെൻറ്റോ ഒന്നുമില്ലാത്ത ക്ലീൻ വണ്ടി. പിന്നെ ഇത് ഈ ബമ്പറിലൊക്കെ ഇവിടെയൊക്കെ ചിലപ്പം ഇതിൻ്റെ റീപെയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഡൽഹിയിൽ നിന്ന് വന്ന വണ്ടിയായ കാരണം ഉണ്ടാവും. വേറെ ഒരു തരത്തിൽ റീപ്ലേസ്മെൻറ്റും ഇല്ല, ക്ലീൻ വണ്ടിയാണ്. ഇനി നിങ്ങൾ ഗ്ലാസ് ആണ് നോക്കി, എല്ലാ ഗ്ലാസും ഒറിജിനലാണ്, ഒന്നും റീപ്ലേസ്മെൻറ്റ് ഒന്നും വന്നിട്ടില്ല. എല്ലാം ഇതാണ് 2015 ഇത് നിങ്ങളിതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, നല്ല ക്ലിയർ ആണ്. പിന്നെ സീറ്റൊക്കെ നോക്കും, നല്ല ക്ലിയർ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി തീരെ റഫായിട്ട് ഉപയോഗിക്കാത്തൊരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ വണ്ടി നമ്മൾ നോക്കിയെടുത്ത വണ്ടിയാണ്. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ കുറേ വണ്ടികൾ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിൽ തട്ടും. അങ്ങനത്തെ വണ്ടി നമ്മൾ എടുത്തത് അത്ര ക്ലിയർ വണ്ടിയാണ്. നമ്മൾ 4 ടയറും ബ്രിസ്റ്റോളിൻ്റെ ഒരു 85% കട്ടൽ ടയറുകൾ കേട്ടോ. എല്ലാം 4 ടയറും ബ്രിസ്റ്റോളിൻ്റെ നല്ല ടയറുകളാണ്. 85% കട്ടുണ്ട്. നമ്മൾ ഈ ഡോറ് തുറന്നു നോക്കി കഴിഞ്ഞാലേ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഇതല്ല, ഇവിടെ ഈ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മടക്കി പഞ്ചിങ് ഇതുണ്ട്. ഈ പഞ്ചിങ് കണ്ടില്ലേ ഇത്. പിന്നെ ഇതൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ട് നമ്മൾ തുറന്നു നോക്കണം. ഇവിടെയൊക്കെ പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ സീല് കണ്ടില്ലേ, പഞ്ചിങ് സീല്. ഇതൊക്കെ നമ്മൾ ഒന്ന് വലിച്ചിട്ടിട്ട് നോക്കണം, ഇതിലൊക്കെ പണിയെടുത്തിട്ടുണ്ടോ എന്ന് അറിയാം. കണ്ടോ, ഇതൊന്നും ഒരു പണി എടുത്തിട്ടില്ല. അത് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഈ തട്ടലോ മുട്ടലോ ഒന്നും സംഭവിക്കാത്തൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഈ ഡോറിൻ്റെ ഒക്കെ ഇവിടുത്തെ ഈ സാധനം, ഈ റബ്ബർ സീല് ഒക്കെ എല്ലാം പെർഫെക്റ്റാണ്. ഞങ്ങളൊക്കെ നോക്കിയെടുത്താണ്, വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുകൂടി കാണിക്കുന്നത് മാത്രം. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് എടുക്കുള്ളൂ. നിങ്ങൾ ഈ ഇഞ്ചിൻ റൂം നോക്കിയേ, ഇന്റർകൂളർ വണ്ടി കേട്ടോ, ഇന്റർകൂളർ വണ്ടിയാണ്. അത്രയും കമ്പനി സർവീസായ വണ്ടികൾക്ക് മാത്രമേ ഇത്രയും ഒരു ക്ലാരിറ്റിയിൽ ഇഞ്ചിൻ റൂമും കാര്യങ്ങളും വന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് കണ്ടറിയാം. ഒരു വണ്ടി ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചതിൻ്റെയും കറക്റ്റ് സർവീസ് ചെയ്തതിൻ്റെയും എല്ലാ ലക്ഷണവും നമുക്ക് ഈ വണ്ടിയുടെ എഞ്ചിൻ റൂം നോക്കിയാൽ മനസ്സിലാവും. ചില വണ്ടികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് റഫായിട്ടും സർവീസൊന്നും പോകാത്ത വണ്ടികളും. പിന്നെ നോക്കിയാൽ ഇതിൻ്റെ തരത്തിൽ ഒരു തരത്തിൽ തട്ടോ മുട്ടോ ഒരു തരത്തിൽ ഈ പേസ്റ്റൊക്കെ നോക്കുക, എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അതിൻ്റെ നിങ്ങൾ വന്ന് നോക്കിയാൽ നിങ്ങൾ വണ്ടി അറിയാവുന്നതാണ് നോക്കി അറിയാം. ഇതിൻ്റെ എല്ലാ ഭാഗവും കറക്റ്റാണ്. അതെ, ഇവിടെയൊക്കെ നോക്കി എല്ലാ ഭാഗവും നല്ല ഡീസൻ്റായിട്ട് നന്നായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്, കമ്പനി സർവീസാണ്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് നമുക്ക് നോക്കാം. ഒരാളെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ നമ്മുടെ ഈ ഓയിൽ ലിപ്പ് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് റൈസ് ചെയ്തേ. ഇവിടെ പുകയോ അങ്ങനത്തെ ഒരു കാര്യമില്ല, ഒക്കെ ക്ലീനാണ്. അപ്പോൾ ഇതേപോലത്തെ നല്ല വണ്ടികൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡൽഹി പോകുന്നുണ്ട് നാളെ. നമ്മൾ ഡൽഹി പോയിട്ട് നിങ്ങൾക്ക് വല്ല വണ്ടിയൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വണ്ടി നോക്കി എടുത്തു തരും. അപ്പോൾ ഈ നല്ല വണ്ടി, ഈ അടിപൊളി വണ്ടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 9.5 ലക്ഷം റുപ്യാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത്. ചെറിയ തരത്തിൽ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വണ്ടി. അപ്പം നല്ലൊരു വണ്ടി, ഇത് നിങ്ങൾക്ക് സ്വന്തം ഉപയോഗത്തിനാണെങ്കിൽ നിങ്ങൾ സൂപ്പർ ഒരു വണ്ടിയാണ്. അപ്പോൾ 9 ലക്ഷം റുപ്യാണ് ഇതിൻ്റെ ആൾ ആവശ്യപ്പെടുന്നത്. ചെറിയ തരത്തിൽ നെഗോഷ്യബിളാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഫോണിൽ ബന്ധപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇനിയും നമ്മളെ വീഡിയോസൊക്കെ ഡൽഹിയിൽ നിന്നായിരിക്കും. അപ്പം നാളെ വൈകുന്നേരം നമ്മൾ ഡൽഹിക്ക് യാത്ര പോവാണ്. ഡൽഹി ചെന്നിട്ട് നമ്മൾ ഒരുപാട് വണ്ടികൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. വില കൂടിയ വണ്ടികളും വില കുറഞ്ഞ വണ്ടികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും ഡൽഹിയിൽ നിന്നുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നമ്മൾ ഡൽഹിയിലത്തെ പുതിയ വീഡിയോയിലുള്ള ഇൻഫർമേഷനുമായി നമുക്ക് കാണാം. അതുവരെയ്ക്കും താൽക്കാലികമായി വിടാം.